പഴയ കാലങ്ങളിലുള്ളതുപോലെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനകത്തില്ല. ഞാൻ അങ്ങനെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടായിരുന്ന കാലത്ത് സ്വാഭാവികമായിട്ടും മാളയിൽ നിന്ന് വരുന്ന ഒരു കെ എസ് യുക്കാരനോ യു കോൺഗ്രസ്സുകാരനൊക്കെ ഏതിൻ്റെ ഭാഗമായിരിക്കും അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഞാൻ. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം ഇന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സമയത്ത് പോലും ഈ ഒരു പോപ്പുലാരിറ്റിയെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. സംഘടന എന്നൊരു പരിപൂർണ്ണ ബോധ്യത്തിലാണ് എല്ലാ കാലത്തും പോയിട്ടുള്ളത്. മാതൃഭൂമി പത്രത്തിനകത്ത് ഒരു എഡിറ്റോറിയൽ അടക്കം അതിനെ സംബന്ധിച്ചൊക്കെ വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിനകത്ത് ശീലമില്ലാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് തൃശ്ശൂരിന് ആ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ മാതൃഭൂമി പത്രത്തിനകത്ത് എഡിറ്റോറിയൽ കോളത്തിലാണ് വന്നത്. എന്നെ അന്ന് നിയോഗിച്ചത് സംഘടനാ പ്രവർത്തനത്തിനാണ്. ഞാൻ ആ പണി വളരെ വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സുരേഷ് ഗോപിയുടെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒന്നൊഴികെ എല്ലായിടങ്ങളിലും പിന്നെ UDF ഗുരുവായൂർ ലീഡ് ചെയ്തൊഴികെ ബാക്കി എല്ലായിടങ്ങളിലും സുരേഷ് ഗോപി ലീഡ് ചെയ്തപ്പോൾ ആ ലീഡ് ചെയ്ത പല സ്ഥലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് പോയത് ഇടതുപക്ഷം കൂടിയായിരുന്നു. അതും ഓഡിറ്റ് ചെയ്യപ്പെട്ടില്ല. പാർട്ടി ഇല്ലാത്തൊരു ജില്ലയേ അല്ല തൃശ്ശൂർ. കോൺഗ്രസ് അശക്തമായ കയറോട്ടുള്ള ജില്ലയാണ്. എല്ലായിടങ്ങളിലും ഒരു കൈയടിച്ച് വിളിച്ചാൽ ഒരു 10 ആളെ കിട്ടാത്ത ഒരു പ്രദേശം പോലും ഒരു വാർഡ് പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ ഉണ്ടാവില്ല. നമ്മളിനി അടുത്ത തവണ സംസാരിക്കുമ്പോൾ MLA OJ ആയിട്ടായിരിക്കുമോ? അപ്പൊ എനിക്ക് അതിനകത്ത് വേറെ കാര്യങ്ങൾ ഇപ്പൊ ഭാരവാഹിത്വത്തിന്റെ കാര്യം കൂടെ പറയുന്ന സമയത്ത് ഇപ്പോ മുമ്പ് ഷാഫിയും രാഹുലും ഒക്കെ വന്നിരുന്ന പോലത്തെ ഒരു സ്ഥാന ആരോഹണമല്ല ശരിക്കും ജനീഷിന് ഉണ്ടായത്. അപ്പം അത് അങ്ങനെ ഒരു സംഭവം ഈ ഒരു പൊസിഷന്റെ ഗ്ലോറിയെ ബാധിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതർവൈസ് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേക്ക് ഷിഫ്റ്റ് എന്നുള്ള രീതിയിലാണോ ഒരു ഭരതൻ കോംപ്ലക്സ് എന്നുള്ള സാധനം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാനതൊരു കടന്ന് ചോദിക്കലാണ്. അങ്ങനെ ഒരു കോംപ്ലക്സിന്റെ അല്ല. ഞാൻ വരുന്ന പ്രസിഡന്റ് ആകുന്ന സാഹചര്യം വളരെ ഡിഫറെന്റ് ആണ്. ഞാൻ പ്രസിഡന്റ് ആകുന്ന സാഹചര്യം വളരെ ഡിഫറെന്റ് ആണെന്ന് പറയാൻ കാരണം ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഒരാളെ സംബന്ധിച്ച് അത്ര സന്തോഷകരമായ സാഹചര്യത്തിലല്ല അത് മാറേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടായത്. കാര്യം പലപ്പോഴും അദ്ദേഹം തന്നെ വ്യക്തിപരമായ സംസാരങ്ങളിലെല്ലാം തന്നെ ഏറ്റെടുക്കാനൊക്കെ എന്നോട് ഒരുപാട് തവണ ആവശ്യപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യം കൂടിയൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിൽ കൂടി ഇതിനെല്ലാം മുമ്പേ തന്നെ പക്ഷേ എങ്കിൽ കൂടി അയാൾ മാറാനും പലപ്പോഴും സന്നദ്ധ പ്രകടിപ്പിച്ചൊരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. പാലക്കാട് MLA ഘട്ടത്തിലൊക്കെ പിന്നെ അവിടെ കൂടുതൽ ഇൻവോൾവ് ആവുന്ന സമയങ്ങളിൽ ഒരു മറ്റൊരാൾ കൂടി അവസരം വരട്ടെ എന്ന് ചിന്തിച്ച് സംസാരിക്കുന്ന ഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടി ഒരു വിവാദം വന്നു, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായി. തുടർച്ചയായി അതിനെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ വന്നു. സംഘടനയ്ക്കകത്ത് പിന്നെ ഒരു പുതിയ ഒരാളെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കാലതാമസം ഒരു 2 മാസക്കാലത്തോളം പോയി. അതൊരു അനാവശ്യ നീണ്ടുപോക്ക് സ്വാഭാവികമായിട്ടുണ്ടായി. ഒരു 60 ദിവസത്തോളം സ്വാഭാവികമായി നീണ്ടുപോകുന്നതിൻ്റെ നഷ്ടം സംഘടനാപരമായ പല മുന്നൊരുക്കങ്ങളും നമുക്ക് ഒഴിവാക്കപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഞാൻ പ്രസിഡന്റ് ആകുന്നത്. ഒരു വളരെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് അല്ല അത്. വ്യക്തിപരമായി ഞാനും പിന്നെ ആ ഒരു സമയത്ത് പ്രസിഡന്റ് ആകുന്ന ഘട്ടത്തിൽ എനിക്ക് ജീവിതത്തിനകത്ത് ഒരു വലിയ സൗഭാഗ്യം വന്നു എന്ന ചിന്തയിലല്ല, അല്ലെങ്കിൽ സംഘടനാപരമായി ഒരു വലിയൊരു അവസരം കിട്ടിയതിൻ്റെ വലിയ സന്തോഷത്തിലല്ല നിൽക്കുന്നത്. കാരണം സാഹചര്യം എങ്ങനെയാണ്. ഞാൻ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് ആണെന്ന് മാനസികമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാളാണ്. ആ കമ്മിറ്റിയിൽ നിന്ന് പ്രസിഡന്റ് മാറുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ മാറി രണ്ടാമതൊരു സ്ഥാനത്തേക്ക് ഇങ്ങനെ വരുന്നു. ആ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന മുമ്പ് വരെ നമ്മളാരും പ്രതീക്ഷിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മൾ പ്രസിഡന്റായി വരുന്ന ഘട്ടം വ്യക്തിപരമായ ഒരു സന്തോഷമുള്ള ഘട്ടമല്ല, വ്യക്തിപരമായ സംഘടനാപരമായ ഒരു സന്തോഷമുള്ള ഘട്ടമല്ല, എനിക്ക് പോലും സന്തോഷമുള്ള ഘട്ടമല്ല. നമുക്കൊരു പ്രയാസമുള്ള സമയം തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ഇൻസിഡൻസിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഘട്ടത്തിലൊക്കെ മുൻകാലങ്ങളിൽ പ്രസിഡന്റുമാരെ ചാർജ് എടുക്കുന്നത് പോലെയുള്ള ഒരു ഗ്ലോറി എനിക്ക് ആ ഘട്ടത്തിൽ ഉണ്ടായി എന്ന് സ്വാഭാവികമായിട്ടും വിശ്വസിക്കാൻ സാധിക്കില്ല. ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു. ആ അനിശ്ചിതാവസ്ഥയിൽ നിന്ന് നമ്മുടെ പിന്നെ കമ്മിറ്റികളേക്ക് ഒന്ന് കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടുന്ന ഒരു സാവകാശത്തിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. പ്രസിഡന്റായി വളരെ തൊട്ടടുത്ത് തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ കയറി. അപ്പോൾ ഞാൻ ആയതിനു ശേഷമുള്ള ഒരു യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ യാത്രയുടെ ഇടയിലാണ് യൂത്ത് പഞ്ചായത്ത് ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ യാത്രക്കിടയിൽ പോലും നമ്മുടെ സഹപ്രവർത്തകരൊക്കെ വാർഡ് തലത്തിലുള്ള ചർച്ചകളിലും കാര്യങ്ങളിലൊക്കെ വലിയ സമ്മർദ്ദത്തിലാണ്. അപ്പോൾ അതിൻ്റെ അവസാനമാണ് ഞാൻ യുക്കോൺസ് പ്രവർത്തകർ എല്ലാ ജില്ലകളും സന്ദർശിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് യുക്കോൺസ് പ്രവർത്തകർക്ക് കിട്ടുന്ന സീറ്റുകളെ സംബന്ധിച്ചൊക്കെ ഒരു പരസ്യമായി സ്റ്റാൻഡ് എടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റ് ആകുന്നു. അതൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെട്ട് ഒരു കമ്മിറ്റി ഒന്നാകെ വന്ന് ചാർജ് എടുക്കുകയാണ്. അതിൻ്റെ ഒരു എനർജി വളരെ ഡിഫറൻ്റ് ആയിരുന്നു. ഷാഫി പറമ്പിൽ പ്രസിഡന്റ് ആവും. ഞാൻ ആ കമ്മിറ്റിയിൽ ജില്ലാ പ്രസിഡന്റ് ചാർജ് എടുത്തതാണ്. അതും പിന്നെ അന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ ഉൾപ്പെടെയുണ്ട്. പാലക്കാട് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുപ്പെട്ട് ഫസ്റ്റ് പത്രസമ്മേളനം നടത്തുന്നു. ഞാൻ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഒരു ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷനും കൺസെൻസും ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു കമ്മിറ്റി ഒന്നാകെ ചാർജ് എടുക്കുകയാണ്. മണ്ഡലം മുതൽ പിന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് വരെയുള്ള മുഴുവൻ ആളുകൾ ഒരുമിച്ച് ചാർജ് എടുക്കുന്ന ഘട്ടമാണ്. രാഹുൽ പ്രസിഡന്റ് ആകുമ്പോഴും സ്വാഭാവികമായിട്ട് അങ്ങനെ വരുന്ന ഘട്ടമാണ്. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ലീഡർഷിപ്പ് ഒരുമിച്ച് ചുമതലയേറ്റെടുക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഗ്ലോറിയും ഒരു ആവേശവും സ്വാഭാവികമായി ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരാൾ മാറി
മറ്റൊരാൾ അതിനെ ഒന്ന് പിന്നെ ചുമതലപ്പെടുത്തുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല എന്നത് നമ്മളും സ്വയം ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രശ്നം ആകുന്നത്. അപ്പോൾ അതിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംഘടനാപരമായി ബാധിച്ചിട്ടുണ്ട്. അത് പിന്നെ ആ വിവാദങ്ങളെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട്. അത് മറ്റൊരു തരത്തിലല്ല, അത് ഒരു 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 ടീമായി മുന്നോട്ട് പോയിരുന്ന ചെറുപ്പക്കാരിൽ പലരെ സംബന്ധിച്ചും അതിനുശേഷം ഉണ്ടാകുന്ന ഈ വിവാദങ്ങളും കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് കുറേയേറെ പേർക്ക് ഒരു ഘട്ടത്തിൽ അനാഥത്വം ഫീൽ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതില്ലാതിരിക്കാനുള്ള ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരാൾ ഈ ആരോപണങ്ങളെല്ലാം മാറ്റി നിർത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ ഉണ്ടാക്കിയ റോളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ ഒരു പ്രവർത്തനങ്ങളുടെ തീവ്രതയും തീക്ഷ്ണതയൊക്കെ ഉണ്ടായിരുന്നു പല ഘട്ടത്തിലും. അത് കേരള സമൂഹത്തിലും ജനങ്ങൾക്കിടയിലും ഉണ്ടാക്കിയ റോളുണ്ട്. അപ്പം ആ ഒരു സ്ഥാനത്തേക്ക് ജനീഷ് വരുന്നു. അപ്പം കുറച്ച് കാലമേ ആയിട്ടുള്ളൂ, തിരഞ്ഞെടുപ്പ് വരുന്നു, ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അപ്പം ആ തീവ്രതയോടും തീക്ഷ്ണതയോടും കൂടി ഇടപെടാൻ നമുക്ക് ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ ജനീഷിനായോ എന്നുള്ളതും കൂടിയാണ് ഞാൻ ഇതിൻ്റെ. അല്ല, അതിൻ്റെ ഒരു കാര്യം അത് ഓരോരുത്തരുടെയും പ്രവർത്തന ശൈലിയുടെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ രാഹുൽ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിനകത്ത് ഒരു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന ഒരാളാണ്. അതിന് ചർച്ചകളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ പരിപൂർണമായി സംഘടനാ രംഗത്ത് നിന്ന് മാത്രം വന്ന ഒരാളാണ്. ഞാൻ മാധ്യമ ഫ്ലോറുകളിൽ നിങ്ങൾ എന്നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞങ്ങൾ എന്നെ പൊതുവേദികളിലും പോലും പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. ആ പരിപാടി സംഘടിപ്പിച്ചിട്ട് ചിലപ്പോൾ താഴെ ഇറങ്ങി നിൽക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിക്കണം. തൃശ്ശൂരിലെ തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രചരണ പരിപാടികളിലെ ഒരു ക്യാമ്പയിൻ്റെ ബോർഡിലും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ ഞാനോ ആരുടെയും ഫോട്ടോ ഉണ്ടാകില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സമയത്ത് പോലും ഈ ഒരു പോപ്പുലാരിറ്റിയെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. സംഘടന എന്നൊരു പരിപൂർണ്ണ ബോധ്യത്തിലാണ് എല്ലാ കാലത്തും പോയിട്ടുള്ളത്. മാതൃഭൂമി പത്രത്തിനകത്ത് ഒരു എഡിറ്റോറിയൽ അടക്കം അതിനെ സംബന്ധിച്ചൊക്കെ വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിനകത്ത് ശീലമില്ലാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് തൃശ്ശൂരിന് ആ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ മാതൃഭൂമി പത്രത്തിനകത്ത് എഡിറ്റോറിയൽ കോളത്തിലാണ് അന്നത് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, എനിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് വരെ സംഘടനാ പരിപാടികളും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ലോകത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ഘട്ടത്തിലാണ് മാധ്യമങ്ങളിൽ പിന്നെ പോകാൻ നിർബന്ധിതനാകുന്നതാണ്. അതിനു മുമ്പ് അതൊരു താല്പര്യമേ ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. അത് ചർച്ച നമുക്ക് സാധിക്കാത്തതുകൊണ്ടല്ല എന്നുള്ളത് ഇപ്പോൾ ഇതിനോടൊക്കെ നമുക്ക് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഏതും പോവാം. നിരന്തരമായി പ്രവർത്തനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് പോകണമെങ്കിൽ ചർച്ചയ്ക്കും പോകാം, ഇതിനും പോകാം. പക്ഷെ നമ്മുടെ ഒരു ഹരം ഉണ്ടായിരുന്ന അപ്പുറത്താണ്. ഇപ്പോൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അന്നും മാധ്യമ ചർച്ചകളിലേക്കൊക്കെ പോകാനൊക്കെ അന്നത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ഷാഫിയും ശബരിയൊക്കെ പലപ്പോഴും നിർബന്ധിക്കുമ്പോഴും അത് പോകണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും പരിപാടി ഒഴിവാക്കണം. നമ്മൾ വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ളൊരു ഇവന്റ് ആണ് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് ആക്ടിവിറ്റി ആയിട്ട് നടക്കുക. ആ സമയത്ത് അതിൻ്റെ സംഘാടകനായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് പോയിട്ട് പിന്നെ മാധ്യമ ചർച്ചയ്ക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ ഇടയ്ക്കൊരു തോന്നൽ വന്നു, മാധ്യമ ഫ്ലോറുകളിൽ ഉള്ള ആളുകളാണ് സംഘടനയെ നയിക്കേണ്ടത് എന്നൊരു തോന്നൽ പൊതുവെ ആളുകൾക്കിടയിലേക്ക് ഒക്കെ വന്നുപോയി. കാരണം ചർച്ചകളിലൂടെയൊക്കെ ആണ് ലീഡർഷിപ്പ്. അങ്ങനെയല്ല, രാഹുൽ മാധ്യമ ചർച്ചയുടെ ഭാഗമായിട്ട് പ്രസിഡന്റായ ഒരാളെന്ന് പറഞ്ഞാൽ എനിക്കതിനോട് വിയോജിപ്പുള്ള ആളാണ്. അയാൾ അതിന് മുമ്പും സംഘടനയുടെ ഞങ്ങൾ ഒരേ സമയം കെ എസ് യു പോലെയായിരുന്നു. അദ്ദേഹം കെ എസ് യു സെക്രട്ടറി, ഞാൻ കെ എസ് യുൻ്റെ തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതിനു മുമ്പ് അയാൾ പിന്നെ അടൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ ആ സമയത്ത് മാള അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ഞാൻ പറഞ്ഞ അയാൾ എല്ലാ കാലത്തും സംഘടനാ രംഗത്തിലൂടെ തന്നെയാണ് വന്നത്. അയാൾ കൂടുതൽ ജനം അറിഞ്ഞത് എന്താണ് പിന്നെ ചർച്ചകളിലൂടെയാണ്. അപ്പോൾ പോപ്പുലാരിറ്റി ആണോ സംഘടനയെ നയിക്കേണ്ടത് എന്ന ഒരു തോന്നൽ ഇടയ്ക്ക് സംഘടനയ്ക്കകത്ത് വന്നു എന്നുള്ളതാണ്. അത് എല്ലായ്പ്പോഴും പോപ്പുലാരിറ്റി ആവശ്യമാണ്, സ്വാഭാവികമായിട്ട് ആവശ്യമാണ്. പക്ഷേ എല്ലായ്പ്പോഴും പോപ്പുലാരിറ്റി മാത്രമല്ല സംഘടനയെ നയിക്കേണ്ടത്. സംഘടന വിവിധ ഘടകങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു പരിപാടി നടക്കുമ്പോൾ പരിപാടിയുടെ ഉദ്ഘാടകനായി വന്ന് പ്രസംഗിക്കുന്ന ആളല്ലല്ലോ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ ഉദ്ഘാടകന്റെ അധ്വാനം ആ 1 മണിക്കൂർ പ്രസംഗത്തിലേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ മുഖ്യപ്രഭാഷകനായി വന്ന് വിഷയം അവതരിപ്പിക്കുന്ന ഒരാളുടെ അധ്വാനം ആ 1 മണിക്കൂർ പ്രസംഗത്തിലേ ഉള്ളൂ. 10-15 ദിവസം അതിൻ്റെ സംഘാടകനായിട്ട് നിൽക്കുന്ന മണ്ഡലം പ്രസിഡന്റോ ബ്ലോക്ക് പ്രസിഡന്റോ ആയ അധ്വാനിച്ചിട്ടായിരിക്കും അവിടെ സ്റ്റേജും മൈക്കും കസേരയിലിരിക്കാനുള്ള ആളുകളും പിന്നെ ആ പരിസരത്തെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും എല്ലാം വന്നിട്ടുണ്ടാകുക അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ സംഘടനയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. എന്നെ അന്ന് നിയോഗിച്ചത് സംഘടനാ പ്രവർത്തനത്തിനാണ്. ഞാൻ ആ പണി വളരെ വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സംസ്ഥാനത്ത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന സമ്മേളനം അത് തൃശ്ശൂരിലാണ് നടത്തുന്നത്. ഏതാണ്ട് ഒരു 36 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് തൃശ്ശൂരിൽ വെച്ചൊരു യൂത്ത് കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. മറ്റു ജില്ലകളിൽ നിന്നൊക്കെ കറങ്ങി വരും. രമേശ് ചെന്നിത്തല പ്രസിഡന്റായിരുന്ന കാലത്താണ് അത് നടക്കുന്നത്. അതിന് ശേഷം പിന്നെ നടക്കുന്നത് ഷാഫി പറമ്പിൽ പ്രസിഡന്റായ സമയത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന സമയത്താണ്. ആ സമ്മേളനത്തിൻ്റെ സംഘാടനത്തെ സംബന്ധിച്ചിട്ട് സംഘടനയുടെ ഒരു ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളെ സംബന്ധിച്ച് ഒരു പരാതി അതിനെ സംബന്ധിച്ചുണ്ടാകില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പദയാത്രകൾ നടക്കുമ്പോഴായാലും ക്യാമ്പുകൾ നടക്കുമ്പോഴായാലും മറ്റ് സംഘടനാ പരിപാടി നടക്കുമ്പോഴായാലും ഇപ്പം ഞാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ സമയത്ത് ഒരു ജില്ലാ കമ്മിറ്റി നടത്തേണ്ടതായ എല്ലാ സംഘടനാ പരിപാടികളും പൂർത്തീകരിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞങ്ങൾ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടന്നത്. ഒരു 3 വർഷക്കാലത്തിൻ്റെ ടൈമിൽ കിട്ടുന്ന ആ 3 വർഷം കിട്ടിയില്ല.
1.5 വർഷം കോവിഡായിരുന്നു. പിന്നത്തെ 1.5 വർഷം കൊണ്ടാണ് അതിന് മുമ്പത്തെ 1.5 വർഷം കൂടി ചെയ്യേണ്ടതായ കാര്യങ്ങൾ മുഴുവനായി ഞങ്ങൾ നടത്തി തീർത്തത്. അപ്പോൾ അതൊരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോയതാണ്. ഈ യുക്കോൺസ് പ്രസിഡന്റ് ഇപ്പോൾ യുക്കോൺസ് പ്രസിഡന്റ് ആവുന്ന ഘട്ടത്തിൽ ആ സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ആകെ കിട്ടിയത് 4-4.5 മാസക്കാലം മാത്രമാണ്. തുടർച്ചയായി വരുന്ന തെരഞ്ഞെടുപ്പ് അതിൽ വരുന്നത് മുഴുവനും വന്നതിൻ്റെ 1.5 മാസം പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞ് കിട്ടിയ 1 മാസക്കാലത്തിനിടയിലെ കാര്യമാണ് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ സമരങ്ങളെല്ലാം തന്നെ. ഇതിപ്പോൾ പിന്നെ പെട്ടെന്ന് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ യാത്ര അതിനുശേഷമാണ് മനസ്സിലായി. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഒരു സംഘടനാ രീതി അനുസരിച്ചിട്ട് അങ്ങനെ ഒരു യാത്ര KPC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ നയിക്കുമ്പോൾ അതിൻ്റെ അതേ സമയത്ത് മറ്റൊരു പരിപാടി നമ്മൾ ഓർഗനൈസ് ചെയ്യാറില്ല. നമ്മുടെ എല്ലാ എഫേർട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യുക്കോൺസ് അസംബ്ലി കമ്മിറ്റികളെല്ലാം തന്നെ അതത് പ്രദേശങ്ങളിൽ ഈ ജാഥ കടന്നു വരുമ്പോൾ അതിനെ സ്വീകരിക്കാനും അതിൻ്റെ ഭാഗമാകാനുള്ള തയ്യാറെടുപ്പുകളുടെയും സമാധാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവരെല്ലാം ഉള്ളത്. അപ്പോൾ അതിനുശേഷം തെരഞ്ഞെടുപ്പ് നീണ്ടുപോവുകയാണെങ്കിൽ മറ്റു പരിപാടികളൊക്കെ വീണ്ടും സ്വാഭാവികമായിട്ട് കടന്നു വരും. അതല്ലാത്ത വർഷം തെരഞ്ഞെടുപ്പിലേക്കായിരിക്കും കടക്കുന്നത്. അപ്പോൾ സംഘടനാ പരിപാടികളിൽ വീഴ്ചയില്ലാതെ പോകാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സംഘടനാ പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെതായ ഒരു കടുംപിടുത്തത്തിലേക്ക് എനിക്ക് സംഘടനയെ കൊണ്ടുവരാനായിട്ട് സാവകാശം എനിക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ള വസ്തുതയുണ്ട്. എന്നിരുന്നാൽ കൂടിയും യുക്കോൺ സജീവമല്ല എന്ന് ഇനി ആരും പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏറ്റവും താഴെത്തലത്തിലുള്ള ഘടകങ്ങളടക്കം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമായ സമരങ്ങളായിട്ട് രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ സമരം ചെയ്ത രീതിയിലാണല്ലോ ഇപ്പോഴത്തെ വിമർശനം നിൽക്കുന്നത്. പിന്നെ അങ്ങനെ ചെയ്യാമോ എന്നുള്ള ചോദ്യമാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. ചെയ്തില്ല എന്നുള്ള പരാതിയല്ല. ഇപ്പോൾ ലീഡറുടെ തട്ടകം മാള, അവിടെ നിന്നാണ് ജനീഷ് എന്നിട്ടുള്ളൊരു ആളുണ്ടായത്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ജനീഷ് പറഞ്ഞ പോലെയാണ്, തൃശ്ശൂരിനപ്പുറം ഞാൻ ജനീഷിനെ വ്യക്തിപരമായിട്ട് കണ്ടിട്ടില്ല മീൻസ് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ പരിമിതികളായിരിക്കും, ഒരുപക്ഷെ ജനീഷിന്റെ ഒരു രീതിയിലായിരിക്കും. പിന്നെ പക്ഷേ എങ്ങനെയാണ് ഈ മാള എന്നുള്ള സ്ഥലവും തൃശ്ശൂരും എങ്ങനെയാണ് ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നതും ഇങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് നേതൃത്വത്തിലേക്ക്? ഞാൻ കോൺഗ്രസിന്റെ KSUവിന്റെയും എല്ലാ ഘടകങ്ങളും, KSUവിന്റെ എല്ലാ ഘടകങ്ങളെന്ന് പറയാൻ പറ്റില്ല. KSU യൂണിറ്റ് പ്രസിഡന്റ്, നിയോജക കമ്മിറ്റിയുടെ സെക്രട്ടറി, പ്രസിഡന്റ്, ജില്ലാ KSU കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു ദിവസമാണ് ആ കമ്മിറ്റി പിരിച്ചുവിട്ടു. ആ കമ്മിറ്റിയിലാണ് ഞാനും രാഹുലും അഭിജിത്ത് എല്ലാം പ്രസിഡന്റുമാരാകുന്നത്. അതിൽ എൻ്റെ മാത്രമാണ് പ്രായം കഴിഞ്ഞു പോയത്. എൻ്റെയും പിന്നെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായിരുന്ന പ്രവീണിൻ്റെയാണ് അന്ന് പ്രായം കടന്നുപോയത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെയും പ്രായം 27 വയസ്സ് കടന്നിരുന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നീട് കമ്മിറ്റി ഡിസോൾവ് ചെയ്തതിന് ശേഷം പിന്നെ നടത്തിയ പുനഃസംഘടനയിൽ ഭാഗമാകാൻ കഴിഞ്ഞില്ല. ഒരു 3-4 വർഷക്കാലം പിന്നീട് സംഘടനയ്ക്കകത്ത് പ്രത്യേകിച്ച് ഭാരവാഹിത്വമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു പ്രസംഗ തൊഴിലാളിയായും പിന്നെ മറ്റു പരിപാടികളൊക്കെ ആയിട്ട് സംഘടനയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രാദേശിക ഘടകങ്ങളിലൊക്കെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമൊക്കെ ആയിട്ടൊക്കെ പോയി. കമ്മിറ്റികളിലും മറ്റു ഭാരവാഹിത്വം ഇല്ലാത്തതുകൊണ്ട് തന്നെ ജില്ലയ്ക്ക് പുറത്ത് വേറെ സാധ്യതകളും ഉണ്ടായിരുന്നില്ല. പിന്നീട് യുക്കോൺസ് ജില്ലാ പ്രസിഡന്റ് ആകുന്നു 3 വർഷം. ആ 3 വർഷമാണ് ജില്ലയിലെ യുക്കോൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ്സിൽ ഞാൻ യുക്കോൺസിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ജില്ലാ പ്രസിഡന്റ് ആകുന്നത് KSU ജില്ലാ പ്രസിഡന്റൊക്കെ ആയ ഒരു പശ്ചാത്തലത്തിലാണ് യുക്കോൺസ് ജില്ലാ പ്രസിഡന്റ് ആകുന്നത്. യുക്കോൺസ് ജില്ലാ പ്രസിഡന്റ് ആകുന്ന ഘട്ടത്തിന് ശേഷമാണ് പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ ഒരു സംഭവവികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ അതിൽ എൻ്റെ യൂത്ത് കോൺഗ്രസ് കാലത്തിലെ എൻ്റെ സംഘടനാ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി അല്ലെങ്കിൽ ഒരു കാലം എന്ന് പറയുന്നത് 3 വർഷമാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു 3 വർഷമാണ്. അതിനുശേഷമുള്ള കമ്മിറ്റി വൈസ് പ്രസിഡന്റാണ്, സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിട്ടാണ്. സ്വാഭാവികമായിട്ടും പിന്നെ അതിനകത്ത് ആ സമയത്തും ഞാൻ മാധ്യമ ചർച്ചകളുടെ ഭാഗമല്ലാത്തതുകൊണ്ട് തന്നെ ആ മാധ്യമ ചർച്ചകളിലൂടെ വരാത്ത ആളുകളെ വിസിബിലിറ്റി ഇല്ല. പലപ്പോഴും മാധ്യമ ചർച്ചകളുടെയൊക്കെ ഭാഗമായ ആളുകൾ മാത്രമേ ഇന്നിപ്പോൾ ആളുകൾ കാണുന്നുള്ളൂ. അത് ചർച്ചയ്ക്ക് നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളുകൾ വിനിയോഗിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ മാധ്യമ ചർച്ചകളില്ലാത്ത എത്ര പേര് ഈ ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ പിന്നെ മലപ്പട്ടത്ത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വിജയിച്ച സുധീഷ് വെള്ളച്ചാലിൻ്റെ ഭൂരിപക്ഷം 4890 വോട്ടാണ്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലാണ്. അവിടെ തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അവിടെ തന്നെ ഒരു 400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് CPM വിജയിക്കുന്ന സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. വെറും 2 വോട്ടിനാണ്. അവരെല്ലാം ഈ സംഘടനയുടെ, ഞാൻ പറഞ്ഞു, അവരെ ആരും ഇതുപോലെ ആഘോഷിച്ചിട്ടുള്ള ആളുകളല്ല, ഈ സംഘടനയുടെ ഭാഗമാണ്. തൃശ്ശൂരിൽ ഇതുവരെ കോൺഗ്രസ് ജയിച്ചിട്ടില്ലാത്ത ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് വിജയിച്ച കാവ്യ രഞ്ജിത്ത് യൂത്ത് കോൺഗ്രസിന് 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് വിജയിച്ചത്. കാവ്യ ഒരു വേദിയിൽ പോലും അല്ലെങ്കിൽ ഒരു ഇടങ്ങളിൽ പോലും, കാവ്യ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, എൻ്റെ കമ്മിറ്റിയിലെ ജില്ലാ സെക്രട്ടറിയാണ്. പക്ഷേ മാധ്യമ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള ആളല്ല. പക്ഷേ ഒരു ഇടതുപക്ഷ കോട്ട തോൽപ്പിച്ച് ജയിച്ചു വന്നൊരു പെൺകുട്ടിയാണ്. അത് അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് 45-50 കിലോമീറ്റർ അപ്പുറത്തുള്ള ഡിവിഷനിൽ പോയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ജയിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം. ഞാൻ പറഞ്ഞു, സംഘടനയ്ക്കകത്ത് മാധ്യമ ചർച്ചകളിൽ വരുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ, ഒരു ദിവസത്തെ പാനലിസ്റ്റുകൾ എടുത്താൽ മൊത്തം KPCCയുടെ പാനലിൽ ആകെ ഉള്ളത്, ഞാനിപ്പോഴാണ് ഈ പാനലിൽ പെട്ടിട്ടുള്ളത്, 40-45 ആളുള്ളൂ. ഈ 45-ൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കൂടി പോയാൽ 10 പേരുണ്ടാവും.
അതിലൊരു പക്ഷേ 2-3 പേരായിരിക്കും ചിലപ്പോൾ നിരന്തരമായ ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെടുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും അവസരം കിട്ടണമല്ല. ആ എണ്ണമല്ല കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. 14 ജില്ലകളിലും പിന്നെ ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഫീൽഡിൽ വേറുള്ള ഒട്ടനവധി ചെറുപ്പക്കാരുണ്ട്. ചിലപ്പോൾ അവരെല്ലാം എക്സ്പ്രസീവ് ആണെന്നില്ല, അവരാളെ കൂട്ടുന്നവരാണ്, അവർ തീക്ഷ്ണമായി സമരം ചെയ്യുന്നവരാണ്, പോലീസിൻ്റെ ലാത്തി ചാർജിന് മുമ്പിൽ നിൽക്കുന്നവരാണ്, കേസുകൾ ഏറ്റുവാങ്ങുന്നവരാണ്, ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെതായ എല്ലാ വിധങ്ങളായ ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തുന്ന വളരെ പരിമിതമായ ജീവിത സാഹചര്യം വരുന്ന ആൾക്കാരാണ്. പക്ഷേ അവരൊരു പക്ഷേ നല്ല ഒറേറ്റർമാരായിരിക്കണം എന്നില്ല, പക്ഷെ നല്ല സംഘാടകരാണ്. അവർ സ്വാഭാവികമായി സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ പൊതുയോഗം നമ്മൾ സംഘടിപ്പിച്ചു, ഒരു 10,000 ആളുകൾ കൂട്ടി. ആ യോഗത്തിൽ വന്ന് പ്രസംഗിക്കുന്ന ആളെയാണ് ആ 6,000 ആൾ കാണുന്നത്. പക്ഷെ ആ ആളല്ല സംഘടന, ആളുടെ എഫേർട്ടല്ല, ആ ആളുടെ മാത്രം എഫേർട്ടല്ല ആ ഒരു ആൾക്കൂട്ടം. അപ്പോൾ ആ ആൾക്കൂട്ടം വന്നിരിക്കുന്ന ആളുകളിൽ അവരെ പോയി കൊണ്ടുവന്ന ആളുകളെ ഇറക്കിയാൽ പിന്നെ അവരറിയുന്നതിൽ പോയി പ്രസംഗിക്കുന്ന ഈ അധ്യക്ഷ പ്രസംഗവും പിന്നെ വേദി കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും. ആ വേദിയിൽ കയറാതെയും താഴെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് കാണുന്ന പിന്നെ പെരിഫറലായിട്ട് കാണുന്ന ആളുകളല്ല. പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഒരുപാട് ഇത് മറ്റേ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മഞ്ഞുമലയുടെ ഒരു അഗ്രം കാണുന്നത് പോലെയുള്ള ഭാഗം മാത്രമേ നമ്മൾ പുറത്ത് കാണുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ആ സമയത്താണ് ആരോപണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് പാർട്ടി സാമുദായിക കാർഡ്, ജാതി കാർഡ് ഉപയോഗിച്ചു എന്നുള്ള ആരോപണം വന്നു. ഗ്രൂപ്പ് എൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഗ്രൂപ്പ് ഉണ്ടോ ശരിക്കും ഇപ്പോഴും? പഴയ കാലങ്ങളിൽ ഉള്ളതുപോലെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം ഒന്നും കേരളത്തിലെ കോൺഗ്രസിനകത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടായിരുന്ന കാലത്ത് സ്വാഭാവികമായിട്ടും നാളെയിൽ നിന്ന് വരുന്ന ഒരു KSUകാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനൊക്കെ ഏതിൻ്റെ ഭാഗമായിരിക്കും അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഞാൻ. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം ഇന്നില്ല. പക്ഷേ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടായിരുന്ന സമയത്തൊക്കെ അല്ല UDF ജയിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ. അല്ല, അതുണ്ട്. അത് ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിന് അങ്ങനെ ജയിക്കാനുള്ള ആരോഗ്യം കൂടിയുണ്ട്. വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് വിചാരിച്ചാൽ പോലും വേണമെന്ന് വിചാരിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കും. അപ്പോൾ ഞാൻ ആദ്യമായി പങ്കെടുക്കുന്ന ഒരു പരിപാടി എനിക്ക് തോന്നുന്നത് പിന്നെ ലീഡറുടെ മറൈൻ ഡ്രൈവിൽ ആദ്യമായി പങ്കെടുക്കുന്ന പരിപാടിയല്ല, പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കൂട്ടത്തിനോട് പോകുന്നത്. അപ്പോൾ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ലീഡറുടെ അന്നത്തെ ഒരു വലിയ സമ്മേളനം ഉണ്ടല്ലോ, DSC ഒക്കെ പിളർന്നു പോകുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു സമ്മേളനമാണ്. അപ്പോൾ അന്ന് മാളയിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ സ്വാഭാവികമായും ലീഡറുടെ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ വരുന്ന കൂട്ടത്തിലൊക്കെ വന്നിട്ടുള്ള ആളുകളെ കിട്ടുന്നത്. അപ്പോൾ അന്ന് എത്ര MLA-മാരാണ് ആ വേദിക്കകത്തുള്ളത്? ഏതാണ്ട് പിന്നെ 25-30 MLA-മാരൊക്കെ അന്ന് ആ വേദിക്കകത്ത് പോലും. എന്നുവെച്ചാൽ ഇന്നത്തെ കോൺഗ്രസിനുള്ളതിനേക്കാൾ കൂടുതൽ അന്നൊരു പക്ഷം ചേർന്ന് നടത്തിയാൽ പരിപാടിക്ക് പോലുമുണ്ട്. അപ്പോൾ അതൊരു കാലമാണ്, കോൺഗ്രസിന് സുവർണ്ണ കാലഘട്ടമാണ്. അപ്പോൾ അന്ന് അങ്ങനെ ഗ്രൂപ്പ് പറഞ്ഞാലും രണ്ടാഴ്ച ഏറിയെന്നൊക്കെ നിന്നാലും പിന്നെ അത് പറയാനുള്ള ആരോഗ്യം കരുത്തൊക്കെ സംഘടനയ്ക്കകത്ത് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലം മാറി. ഇന്ന് അതുപോലെ ആളുകൾ രാഷ്ട്രീയത്തിലേക്കില്ല. അതുപോലെ രാഷ്ട്രീയത്തിലേക്കുള്ള ആളുകളുടെ എണ്ണം കൂടുമ്പോഴാണല്ലോ, പാർട്ടിയിലേക്കുള്ള ആളുകളുടെ എണ്ണം കൂടുമ്പോഴാണ് ഈ ഗ്രൂപ്പിനും ആൾ കൂടുന്നുള്ളൂ. അപ്പോൾ ഇന്ന് അതുപോലെ ആളുകൾ വരുന്ന ഒരു കാലമല്ല. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ സ്വാഭാവികമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് പറ്റുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിനകത്തില്ല. മാത്രമല്ല പൊതുവിൽ അന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പാർട്ടിയായിട്ട് നടന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളൊക്കെ ചിന്തിക്കുകയും നേതൃത്വങ്ങളും ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലമാണ്. അപ്പോൾ കുറേ കൂടെയൊക്കെ പൊതുവിൽ പഴയ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രഹരമൊന്നും ഇന്നില്ല. ഒരു വാങ്ങൽ മാത്രമേ ഉള്ളൂ. ഇന്ന് അതിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാകാം, പിന്നെ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാകാം. പല ശൈലിയിലൊക്കെ നിന്ന് വന്ന കുറേ ആളുകൾ വർഷങ്ങളുടെ മാതലത്തിൽ പ്രവർത്തിച്ചു ഒരാൾ ഒരു ഒറ്റയടിക്ക് ഇല്ലാതാക്കി കളയാൻ പറ്റില്ലല്ലോ. അയാൾ അതിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് അന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാകാം. അതിനപ്പുറത്തേക്കുള്ള വലിയൊരു ഗ്രൂപ്പ് രാഷ്ട്രീയമില്ല. പിന്നെ ഞാൻ പ്രസിഡന്റ് ആകുന്ന സമയത്ത് സമുദായ കാർഡ് ഇറക്കി എന്നുള്ളത് ഒരു ആരോപണം മാത്രമാണ്. അങ്ങനെ ഒരു സമുദായത്തിൻ്റെ പേരിൽ എന്നെ സംഘടനയ്ക്കകത്തും ഇപ്പോഴും അറിയപ്പെടുന്നില്ല. ഞാനത് എൻ്റെ പേരിലോ അല്ലെങ്കിൽ എൻ്റെ പിന്നെ പ്രവർത്തനത്തിലോ അത് പലപ്പോഴും പലരും തിരിച്ചറിയുന്ന ഒരു കാര്യം കൂടിയല്ല. അത് ചിലരെന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു ആരോപണം അത് പക്ഷെ തൃശ്ശൂർ പിടിച്ചെടുക്കാനുള്ളൊരു വഴി കൂടിയാണ്. ഇപ്പൊ തൃശ്ശൂര് നമ്മൾ നോക്കുവാണെങ്കിൽ UDF-ന്റെ ഒരു പൊന്നാപുരം കോട്ടയായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്തായി വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഒന്ന് ചിലര് എടുക്കുന്നു, തൃശ്ശൂര് സുരേഷ് ഗോപി വരുന്നു. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും കോർപ്പറേഷനിൽ കോൺഗ്രസിന് നല്ല രീതിയിലുള്ള മുന്നിട്ട് വെച്ചാൽ കോർപ്പറേഷൻ പിടിച്ചെങ്കിൽ പോലും ജില്ലാ പഞ്ചായത്തിലും പഞ്ചായത്തുകളിലൊക്കെ ഉൾപ്പെടെ LDF-ന് കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പം ശരിക്കും അത് തൃശ്ശൂരാണ് മറ്റ് ജില്ലകളിൽ അപേക്ഷിച്ച് ഏറ്റവും പൊന്നാപുരം കൂട്ടിയായിരുന്നത് തൃശ്ശൂര്. മറ്റ് ജില്ലകളിലൊന്നും ഇല്ലാത്തൊരു വ്യത്യാസമാണ് തൃശ്ശൂർ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ UDF-നെ സംബന്ധിച്ചിട്ട് തൃശ്ശൂർ പിടിച്ചെടുക്കേണ്ടതിൻ്റെ ഒരു വലിയ ആവശ്യകതയുണ്ട്. ആ തരത്തിലുള്ളൊരു പ്രവർത്തനം നമുക്കിനി ഉണ്ടാവുമോ? അത് ഒരു മുന്നോട്ട് പോകുമോ? തൃശ്ശൂർ അത് മുന്നോട്ട് പോകേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പാർട്ടി പിന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ട് തൃശ്ശൂരിൽ ഇപ്പോഴും ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ്സാണ്. ഇടതുപക്ഷം CPM-ഉം CPI-യും പോലെ രണ്ട് പ്രബലമായ
CPIക്ക് വലിയ പേരോട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജില്ലയ്ക്കകത്ത് CPIയുടെയും CPMൻ്റെയും രണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടം അവിടെയുണ്ട്. UDFിൻ്റെ ഘടകകക്ഷികളുണ്ട്, ലീഗും കേരള കോൺഗ്രസൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവിടെ മറ്റ് ജില്ലകളിൽ കേരള കോൺഗ്രസിന് ശക്തിയുള്ളതുപോലെ ഒരു സ്ഥലമല്ല, അല്ലെങ്കിൽ ലീഗിന് മറ്റ് ജില്ലകളിലുള്ള ശക്തിയുള്ളതുപോലെ ഒരു സ്ഥലമല്ല. എന്നാൽ കൂടിയും അവരുടെയും വലിയ പങ്കാളിത്തമൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും ജില്ലയിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ 3 പ്രധാന പാർട്ടികളെടുത്താൽ കോൺഗ്രസും CPM CPIയുമാണ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ 1 സീറ്റിലാണ് മത്സരിക്കുന്നത്, കേരള കോൺഗ്രസ് അവിടെ 1 സീറ്റിലാണ് മത്സരിക്കുന്നത്. CPI അവിടെ 5 6 സീറ്റിൽ മത്സരിക്കുന്നു, ബാക്കി സീറ്റുകളിൽ CPM മത്സരിക്കുന്നു. കോൺഗ്രസ് അവിടെ ഒരു 8 9 സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ പ്രവർത്തനത്തിനടുത്ത് വന്നുപോയ ഒരു പോരായ്മ എന്ന് പറയുന്നത് 2005 പാർട്ടിയിലെ പിളർപ്പാണ്. ലീഡറുടെ ഒരു തട്ടകമായ ജില്ലയാണ്. ആ ജില്ലയ്ക്കകത്ത് ഒരുപാട് അടിസ്ഥാനപരമായ പ്രവർത്തകരെ ആ പിളർപ്പിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. അത് പോയത് നഷ്ടമല്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല, അത് പിന്നീട് തിരിച്ചതുപോലെ വന്നില്ല. അത് പിളർന്നു പോയ പലരും പിളർപ്പിൻ്റേതായ ഒരു വലിയ ആത്മസംഘർഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ആ പിളർപ്പിൻ്റെ വൈരാഗ്യങ്ങൾ കുറച്ചൊക്കെ സംഭവിച്ചു പോയതുപോലെ തന്നെ പിളർന്നു പോയ നേതൃത്വങ്ങൾ പലരും തിരിച്ചു വന്നെങ്കിലും പ്രവർത്തകർ അതുപോലെ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായില്ല. അത് പിന്നീട് സ്കാറ്റർ ചെയ്ത് പല പാർട്ടികളിലേക്കായിട്ട് പോകുന്നൊരു ഘട്ടമുണ്ടായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി വലിയ പരാജയം സ്വാഭാവികമായിട്ട് അവിടെ സംഭവിച്ചു. അത് സംഭവിക്കാൻ പാടില്ലാത്തൊരു ജില്ലയാണ്, അത് സംഭവിച്ചു. അതിൻ്റെയൊക്കെ ഒരു പോരായ്മകൾ സ്വാഭാവികമായിട്ട് ജില്ലയ്ക്കകത്ത് ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഒന്ന് മത്സരിച്ച് വിജയിച്ചു. ആ വിജയത്തിൻ്റെ പുറകിൽ കോൺഗ്രസ്സിന് ഒരു തരിമ്പ് പോലും സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ പുറകിൽ കുറ്റം കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ സാധിക്കില്ല എങ്കിൽ കൂടി 3-ാം സ്ഥാനത്ത് കോൺഗ്രസ് പോയി എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ കോൺഗ്രസിൻ്റെ തലയിലേക്ക് വലിയ രീതിയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ഇടതുപക്ഷ കോട്ടയായിട്ടുള്ള അന്തിക്കാട് പഞ്ചായത്തിലും കടുത്ത ഇടതുപക്ഷ കോട്ടയായിട്ടുള്ള പലയിടങ്ങളിലും സുരേഷ് ഗോപി ലീഡ് ചെയ്തു. അതിനെ ആരും നാട്ടിക ഉൾപ്പെടെ സുരേഷ് ഗോപിയുടെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒന്നൊഴികെ എല്ലായിടങ്ങളിലും UDF ഗുരുവായൂർ ലീഡ് ചെയ്തൊഴികെ ബാക്കി എല്ലായിടങ്ങളിലും സുരേഷ് ഗോപി ലീഡ് ചെയ്തപ്പോൾ ആ ലീഡ് ചെയ്ത പല സ്ഥലങ്ങളിലും 3-ാം സ്ഥാനത്തേക്ക് പോയത് ഇടതുപക്ഷം കൂടിയായിരുന്നു. അതും ഓഡിറ്റ് ചെയ്യപ്പെട്ടില്ല. അങ്ങനെ 2-ാം സ്ഥാനത്തേക്കും 3-ാം സ്ഥാനത്തേക്കും ഇടതുപക്ഷം പോയ സീറ്റുകളിൽ പലതും 25,000-നും 22,000-നും ഒക്കെ ഭൂരിപക്ഷത്തിന് CPM CPIയും ജയിച്ച സീറ്റുകളാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ വോട്ട് പോയത് എന്നതുണ്ടായില്ല. അതിന് പകരം വ്യാപകമായി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടായത്. അതിൻ്റെയൊക്കെ ഒരു ആകെത്തുകയാണ്. എവിടെ നിന്നാണ് നമ്മുടെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ആകെത്തുകയിൽ നിന്നാണ് പിന്നെ തുടങ്ങുന്നത്. ഇപ്പോൾ സംഘടനാപരമായിട്ട് കുറച്ച് പോരായ്മകളൊക്കെ സംഭവിച്ചിരുന്നു. പക്ഷേ അതൊക്കെ തിരുത്തി മുന്നോട്ട് വരാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്കുള്ള ഒരുപാട് ഇടപെടലുകളൊക്കെ ജില്ലയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പഞ്ചായത്തുകൾ 15 പഞ്ചായത്തുകളിലേക്ക് ചുരുങ്ങി പോയെടുത്തു നിന്ന് 35ഓളം പഞ്ചായത്തുകളുടെ ഭരണത്തിലേക്ക് വന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ പക്ഷേ അതിനനുസരിച്ചുള്ളൊരു വിജയം സ്വാഭാവികമായിട്ട് പാർട്ടിക്ക് കിട്ടിയില്ല. ജില്ലാ പഞ്ചായത്തുകൾ മറ്റ് ജില്ലകളിൽ വിജയിച്ചതുപോലെ വിജയം ജില്ലാ പഞ്ചായത്തിലും ഉണ്ടായില്ല. പക്ഷേ ജില്ലാ പഞ്ചായത്ത് ഒന്നുകൂടി ഇടപെടുക എന്ന് പറയുന്നതിന് അർത്ഥമല്ല, ഒന്നുകൂടി അതിൻ്റെ ഒരു പ്രചരണ രീതികളിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്നിരുന്നെങ്കിൽ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബോധ്യപ്പെട്ടു. അപ്പോൾ തൃശ്ശൂരിൽ കോൺഗ്രസ്സിന് ക്ഷീണം സംഭവിച്ചുകൊണ്ട് ശരിയാണ്, പക്ഷേ കോൺഗ്രസ് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പരാജയപ്പെട്ടു പോയ പല പഞ്ചായത്ത് ഭരണസമിതികളും നഷ്ടപ്പെട്ടു പോയത് ഒരു മെമ്പറുടെയൊക്കെ വ്യത്യാസത്തിലാണ്. ആ ഒരു മെമ്പർ പരാജയപ്പെട്ടുള്ളത് ടോസിലോ 1 വോട്ടിനോ അല്ലെങ്കിൽ 5 വോട്ടിനോ ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ത്രികോണ മത്സരം തൃശ്ശൂരിൽ മറ്റ് ജില്ലകളിൽ ഉണ്ടായതിനെ പോലെ തന്നെ അവിടെയും വന്നു. അവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി പലപ്പോഴും ഉണ്ടാകുന്ന ഈ മണ്ഡലം പുനർനിർണ്ണയം അതൊരു വലിയ പ്രശ്നമായിരുന്നു. അതാരും പറയാത്തൊരു കാര്യമാണ്. തൃശ്ശൂരിൽ സംഭവിച്ച കാര്യം, മണ്ഡലം പുനർനിർണ്ണയത്തിന് ശേഷം ആ ജില്ലയിലെ പല സീറ്റുകളിലെയും പൊതു സ്വഭാവത്തിൽ വലിയ മാറ്റം സംഭവിച്ചു പോയി. അപ്പോൾ എല്ലാ സീറ്റുകളിലും അന്ന് ശ്രദ്ധയുണ്ടായില്ല എന്നുള്ളതിൻ്റെ പോരായ്മ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ അസംബ്ലി കൊടുങ്ങല്ലൂർ അസംബ്ലിയാണ്. കൊടുങ്ങല്ലൂർ അസംബ്ലി പഴയ മാളയായിരുന്നെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും UDF മാത്രം ജയിക്കുന്ന ഒരു അസംബ്ലിയാണ്. ഇപ്പോഴും മാളയിൽ വലിയ ഭൂരിപക്ഷമാണ് UDFിനെ സംബന്ധിച്ച്. പഞ്ചായത്തുകളൊക്കെ നമുക്ക് കിട്ടുന്നു, ഇപ്പോഴും കിട്ടുന്നു. സമാനമായ രീതിയിൽ പല മണ്ഡലങ്ങളിലും ഉണ്ടായി. ആ മണ്ഡലം പുനർനിർണ്ണയത്തിന് ശേഷവും പിന്നീട് 3ാമതൊരു രാഷ്ട്രീയ പാർട്ടി ശക്തമായി കടന്നു വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ചില തോൽവികൾ നമ്മൾ അർഹിക്കുന്ന തോൽവികളല്ല, അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അതിനെ തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും. തൃശ്ശൂരിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ യൂത്ത് കൗൺസിൽ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഇതേപോലെ പരാജയങ്ങളെല്ലാം തന്നെ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളൊരു പദയാത്രയായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞങ്ങളൊരു യൂത്ത് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ പദയാത്ര കോവിഡ് സമയത്ത് പോലും അത്ര വലിയ സംഘടനയായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അന്ന് ആ പദയാത്രയുടെ ഭാഗമായി 1000-15 ചെറുപ്പക്കാരോടൊപ്പം കണ്ടു. ചെറുപ്പക്കാരായ 1000-15 ആളുകളോടൊപ്പം കണ്ടു. ഇപ്പോൾ ഞാൻ അന്ന് ആ പദയാത്രയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഗ്രൗണ്ടിലേക്ക് താഴെ തലമുറ ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന ഏറ്റവും മാക്സിമം പോയത്. ഞാനന്ന് പോയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അവിടെ ഇപ്പോഴും പാർട്ടി ഉണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്, വേരുണ്ട്. അത് പലപ്പോഴും
പിന്നെ തടുത്തുകൂട്ടി പാർട്ടിയുടെ ഒരു ഘടനാപരമായ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിൽ പറ്റിപ്പോയ ചില പോരായ്മകളാണ്. അതിൻ്റെ കാരണം ഈ ഒരു ആത്മവിശ്വാസക്കുറവ് ഇടയ്ക്ക് സംഭവിച്ചതാണ്. അതൊരൊറ്റ വിജയം കൊണ്ട് മാറി വരാവുന്ന ഒരൊറ്റ കാര്യം മാത്രം. ഒരു വിജയം അവിടെ കോൺഗ്രസ്സിന് അഭിമാനത്തോടു കൂടി കിട്ടിയാൽ അത് വലിയ രീതിയിൽ പച്ചപിടിക്കും എന്നുള്ളതാണ് കാര്യം. പാർട്ടി ഉണ്ട് അവിടെ. പാർട്ടി ഇല്ലാത്തൊരു ജില്ലയേ അല്ല തൃശ്ശൂർ. കോൺഗ്രസ് അശക്തമായ വേരോട്ടമുള്ള ജില്ലയാണ്. എല്ലാ ഇടങ്ങളിലും ഒരു കൈയടിച്ച് വിളിച്ചാൽ ഒരു 10 ആളെ കിട്ടാത്ത ഒരു പ്രദേശം പോലും, ഒരു വാർഡ് പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ ഉണ്ടാവില്ല. ഇടക്കാലത്ത് എപ്പോഴേക്കോ ആ പ്രവർത്തകരും പിന്നെ പാർട്ടിയുടെ പല ഘടകങ്ങളും തമ്മിലൊരു കണക്ഷൻ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി. അതിനെ ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള പ്രയത്നമാണ് ഈ 5 വർഷക്കാലം അവിടെ കോൺഗ്രസ് മുമ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏറെക്കുറെയൊക്കെ പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് വിശ്വസിക്കുന്നത്. ഇപ്പോഴും എനിക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഒരു നിർദ്ദേശം കിട്ടിയാൽ അത് ഏറ്റവും കഷ്ടപ്പെടുക ഞാൻ തൃശ്ശൂരേക്ക് തയ്യാറാണ്. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. അവിടെ പാർട്ടി ഉണ്ട്, അവിടെ യൂത്ത് കോൺഗ്രസ് ഉണ്ട്, KSU ഉണ്ട്. അവിടെ നമ്മളൊന്ന് ആഞ്ഞിറങ്ങി നിന്നാൽ, ഒന്ന് താഴോട്ടിറങ്ങിയാൽ അതെല്ലാം തിരിച്ചതുപോലെ തന്നെ വന്ന് സമ്മേളിച്ച് വരുന്ന ഘട്ടം ഉണ്ടാകുന്നതാണ്. ഈ കൊടുങ്ങല്ലൂര് രാജ്യം തൊട്ടിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ CPIക്ക് 2011 പ്രതാപന്റെ വിജയം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊക്കെ CPI ആണ്. കൊടുങ്ങല്ലൂര് മത്സരിക്കാൻ ഇറങ്ങിയാൽ നമുക്ക് ആ ഒരു പ്രഭാവത്തെ തിരിച്ച് നമുക്ക് UDF കൊണ്ടുവരാൻ പറ്റും. കൊടുങ്ങല്ലൂർ സീറ്റ് UDFന് വിജയിക്കാൻ കഴിയുന്ന ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളൊന്നാണ് കൊടുങ്ങല്ലൂർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2 തവണ തിരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായതിൻ്റെ വിവിധ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊന്നും അത് ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ സംസാരിച്ച നെറേറ്റീവ്സിൻ്റെയാണ്. ആ നെറേറ്റീവ്സ് ഒന്നും ഇന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമല്ല. ആ നെറേറ്റീവ്സ് എല്ലാം ഇന്ന് UDFന് അനുകൂലമാണ്. അത് പേര് കൊടുങ്ങല്ലൂർ എന്ന് നിൽക്കുമ്പോൾ തന്നെയും പണ്ട് ഉമേഷ് ചള്ളിയിൽ ജയിച്ച കൊടുങ്ങല്ലൂരല്ല അത്. അതിനു മുമ്പ് പിന്നെ KP രാജൻ ജയിച്ച കൊടുങ്ങല്ലൂരല്ല. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും പിന്നെ പഴയ മാള നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന കൊഴൂർ, അന്നമനട, പൊയ്യ, വെള്ളാങ്ങല്ലൂർ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. അതിലെ പഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തിൽ നിന്ന് UDF ഭരിക്കുകയാണ്. ഒരു പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത് ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ്. അവിടെ തന്നെ 3 സീറ്റിൽ ഞങ്ങൾ പരാജയപ്പെട്ടത് 18 വോട്ടിനും 12 വോട്ടിനും 20 വോട്ടിനൊക്കെയാണ്. ചെറിയ ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അപ്പോൾ 6 പഞ്ചായത്തുള്ളതിൽ 5 പഞ്ചായത്ത് UDFന് ഏത് രീതിയിലും ഭരിക്കാൻ സാധിക്കാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. 2011 അവിടെ 6 പഞ്ചായത്തും UDF ഭരിക്കുകയാണ്. അതിനൊരു വ്യത്യാസം വന്നു. പക്ഷേ എങ്കിൽ കൂടി ഇപ്പോഴും ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ പഞ്ചായത്തുകളിലൊക്കെ തന്നെ UDFന് വലിയ ശക്തിയുള്ള ഒരു പ്രദേശം കൂടിയാണ്. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് കഴിഞ്ഞ 2010 ആകെ ഇടക്കാലത്ത് കോൺഗ്രസ് ഭരണം കിട്ടിയത്. അന്ന് പോലും ഉണ്ടായതിനേക്കാൾ ആധികാരികമായി ഒരു വിജയം ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിലാണ്. 11 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിന്, ഒരു സീറ്റിൻ്റെ ആണെങ്കിൽ 11 സീറ്റ് ജയിച്ചു വന്ന് ഇന്ന് ഭരിക്കുകയാണ്. കടുത്ത ഇടതുപക്ഷത്തിന് അനുകൂലമായി പോയ പ്രദേശമാണ്. ഏതാണ്ട് 5900 വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൈനസായ ഒരു പഞ്ചായത്താണ് ഇന്ന് UDF തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിച്ച് അവിടെ ഭരിക്കുന്നത്. അത് കാലങ്ങളായി നമുക്ക് കിട്ടാതിരുന്നൊരു പഞ്ചായത്താണ്. അത് തിരിച്ചു പിടിച്ച് ഭരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിൽ 3 കൗൺസിലർമാരാണ് കോൺഗ്രസിനുള്ളൂ എന്നുള്ള വസ്തുതയാണ്. ആ 3 കൗൺസിലർമാരായിട്ട് ചുരുങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് BJP വലിയ രീതിയിലൊരു മുന്നേറ്റം നടത്തി വന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി. ഇപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ 22 സീറ്റ് LDFും 21 സീറ്റ് BJPയും 1 സീറ്റ് കോൺഗ്രസുമായിരുന്നു. ആ 1 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങി നിൽക്കുമ്പോൾ തന്നെ അവിടെ ആ ജയിച്ച വാർഡുകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ BJP 21 സീറ്റിൽ ജയിച്ചപ്പോൾ അവർ ജയിച്ച് 19 വാർഡും മുൻകാലങ്ങളിൽ ഇടതുപക്ഷ കോട്ടകളായിരുന്ന വാർഡുകളാണ്. ഇടതുപക്ഷത്തിൻ്റെ വാർഡുകളാണ് BJP പിടിച്ചെടുത്ത് വന്നതിൽ മഹാഭൂരിപക്ഷവും. UDFൻ്റെ ഭാഗമായി ജയിച്ചിരുന്ന വാർഡുകൾ ഇടതുപക്ഷമാണ് ജയിച്ചത്. വോട്ടിങ്ങിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് ആണ് അവിടെ സംഭവിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3 സീറ്റിലേക്ക് ഒതുങ്ങിയെന്ന് പറയുമ്പോഴും ബോധപൂർവമായി തന്നെ ഒരു BJP അവിടെ ഭരണത്തിൽ വരുമോ എന്നുള്ളൊരു വലിയ പ്രചരണം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനും UDFനും അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ അതിനെ വ്യത്യസ്തമായ രീതിയിലേക്ക് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. എന്തായാലും കോൺഗ്രസ് അല്ല ഭരിക്കാൻ യാഥാർത്ഥ്യമാണ്, കോൺഗ്രസ് ഭരിക്കാൻ സാധിക്കില്ല. എന്നാൽ പിന്നെ ഇടതുപക്ഷം തന്നെ ഭരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേണിലുണ്ടായ ഒരു ഡിഫറൻസാണ്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട് അവിടെ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടെല്ലാം തന്നെ തിരിച്ച് കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ടാകാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 500 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ അസംബ്ലിയിലുള്ളൂ. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത സീറ്റല്ല. വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ UDF ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ ആദ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി പോകുന്ന അടുത്ത തവണ സംസാരിക്കുമ്പോൾ MLA OJ ആയിട്ടായിരിക്കുമോ? അത് പിന്നെ ഒന്ന് പാർട്ടി പ്രഖ്യാപിക്കണം, ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കണം. 2 തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്കത് പിടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ അതിൽ വളരെ ആത്മവിശ്വാസമാണ്. കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആ ജില്ലയിൽ ഏറ്റവും ആദ്യം തിരിച്ചു പിടിക്കാൻ പോകുന്ന സീറ്റ് അത് കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം തന്നെയായിരിക്കും. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ആ മണ്ഡലത്തിലെ ജനങ്ങൾ വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. 2 പിന്നെ അദ്ദേഹം മത്സരിക്കാനായിട്ട് അന്ന് വരുന്ന സമയത്ത് ശ്രീ VK രാജൻ്റെ മകൻ എന്നൊരു വലിയ പിൻബലം അദ്ദേഹത്തെ സംബന്ധിച്ച് അന്നുണ്ടായിരുന്നു. VK രാജൻ മാളയിലെ ലീഡർ കഴിഞ്ഞാൽ പിന്നെ മാളയിലെ MLA ആയിട്ടുണ്ട് അദ്ദേഹം.
അപ്പോൾ ലീഡർ MLA ആയതിനു ശേഷം പിന്നീട് MLA ആകുന്ന വ്യക്തിയാണ്, മന്ത്രിയായ ആളാണ്. അപ്പോൾ അതിനുശേഷം ആ കാലഘട്ടത്തിൽ വലിയ പ്രഭാവത്തോടു കൂടി അവിടെ ഇടപെട്ടിരുന്ന ഒരു നേതാവാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ആളാണ്. പിന്നീട് ആ സീറ്റ് കോൺഗ്രസിനെ വീണ്ടും ജയിച്ചു. പിന്നീട് അതിനുശേഷം പിന്നെ DICയുടെ രൂപീകരണം ഉണ്ടായപ്പോൾ രണ്ടായി മത്സരിക്കുന്ന ഘട്ടമുണ്ടായപ്പോൾ കോൺഗ്രസ് പരാജയപ്പെട്ടു. അതിനുശേഷം പിന്നെ കൊടുങ്ങല്ലൂർ അസംബ്ലിയായിട്ട് മാറി. അവിടെ TM പ്രതാപൻ 9000 വോട്ടിനുള്ള ഭൂരിപക്ഷം വിജയിച്ചു. അതിന് മുമ്പ് മുടങ്ങിക്കിടന്ന എല്ലാ പദ്ധതികളും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തിരികെ കൊണ്ടുവന്നു. ലീഡറുടെ കാലത്ത് ലീഡർ നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കോഴിത്തിട്ട ഫാക്ടറി, പിന്നെ അതിനുശേഷം VK രാജൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ചക്ക ഫാക്ടറി, പിന്നെ TU രാധാകൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ച നിന്നുപോയ പ്രൊജക്റ്റുകൾ, അതുകൂടാതെ TM പ്രതാപൻ്റെ MLA എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ, ഒരു 400 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞൊരു അസംബ്ലിയാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. അവിടെ അന്ന് VK രാജൻ്റെ മകൻ എന്ന പേരിൽ മത്സരിക്കുന്ന സമയത്ത് കിട്ടിയ ഒരു അധികമായ ഒരു ആനുകൂല്യം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ അതിനനുസരിച്ച് മണ്ഡലത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് പുറകിൽ പോയി ആ പ്രദേശം എന്നുള്ളത് ആ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഒരു പൊതുവായ വികാരമാണ്. അപ്പോൾ അവിടെ ഒരു മാറ്റം വരണമെങ്കിൽ അത് UDF വരണം എന്ന ഒരു പൊതുബോധ്യം അവിടെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മാളയാണ് കേരളത്തിലെ തന്നെ ജൂത സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംബോളിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് കാണാൻ സാധിക്കുന്ന സ്ഥലമാണ്. ആ പേര് പോലും ഹീബ്രുവിൽ നിന്നുണ്ടായ ഒരു പേരാണ്. വാസസ്ഥലം എന്ന് അവരുടെ വാസസ്ഥലത്തെ അവർ വിളിക്കുന്ന മാള എന്നതിൽ നിന്ന് ലോപിച്ച് വന്ന ഒരു പേരാണ് മാള എന്ന് പറയുന്നത്. ആ മാളയിൽ ഒരുപാട് പിന്നെ പഴയ ജൂത പാരമ്പര്യങ്ങളുള്ള ഒരുപാട് റെപ്രസെൻറ്റേഷൻസ് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ഇന്ന് പിന്നെ വന്നു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ സിനഗോഗ്, അതൊരു നീല ടർപ്പായതുകൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിക്കിടക്കുന്ന ഒന്നായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുക. അവിടെ ലീഡറുടെ പേരിലുള്ള ഒരു കരുണാകരൻ മെമ്മോറിയൽ സ്റ്റേഡിയം വലിയ പണം ഇൻവെസ്റ്റ് ചെയ്ത് സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ ഷട്ടിൽ കോർട്ടും ബാഡ്മിൻ്റൺ കോർട്ടും ഉൾപ്പെടെയൊക്കെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് സ്പോർട്സ് സെൻ്ററൊക്കെ ആരംഭിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു പ്രൊജക്റ്റാണ്. TM പ്രധാന MLA എന്ന സമയത്ത് കൊണ്ടുവന്നത്. അതൊക്കെ ഇന്ന് അവിടെ നിശ്ചലമായി കിടക്കുകയാണ്. പുരാവസ്തു വകുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള കേസുകളായി വന്നു, കാര്യങ്ങളായി വന്നു. അപ്പോൾ അതിലവിടെ കിടക്കുകയാണ്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയായിട്ട് കണക്ട് ചെയ്യാവുന്ന കുഴൂർ പഞ്ചായത്തും എറണാകുളം ജില്ലയായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു പാലത്തിൻ്റെ TM പ്രതാപൻ MLA ആയിരുന്ന കാലം മുതൽ അതിന് മുമ്പേക്ക് ഉണ്ടായിരുന്ന കാലം, അതിന് ഏകദേശം ഒരു അടുക്കേക്ക് എത്തുന്ന സമയത്താണ് അന്ന് സർക്കാർ മാറുന്നത്, ഭരണം മാറും. ഇപ്പോൾ 2 ടൈം 10 വർഷക്കാലം കൊണ്ടും അവിടെ ഒന്നും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാനായിട്ട് ഇന്നത്തെ അവിടുത്തെ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ പഞ്ചായത്തിലും അത് അവിടുത്തെ ഒരു പ്രത്യേകത, ലീഡർ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി, ഇതിലേതെങ്കിലും ഒന്ന് എല്ലാ കാലഘട്ടത്തിലും മാളയിലുണ്ടാകും. ഏറ്റവും കൂടുതൽ ബസ് KSRTC ബസ് തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ഒരു സ്ഥലം മാള ഡിപ്പോയിൽ നിന്നാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ലീഡറുടെ കാലത്ത് ലീഡർ ഏത് പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന ഘട്ടത്തിലും പുള്ളിയുടെ മനസ്സിൽ അത് ആദ്യം ആ നിയോജകമണ്ഡലത്തിൽ ഏത് പഞ്ചായത്തിനാണ് അത് ഷൂട്ടാവുക എന്നുള്ളത് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിലേക്ക് പറ്റുമെങ്കിൽ അത് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ പ്രദേശത്തൊക്കെ എൻ്റെ പഞ്ചായത്തിലാണ് ഒരു കോഴിത്തിട്ട ഫാക്ടറി കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അത് നടക്കാതെ പോയി. ആളൂരാണ് പഴയ ഇപ്പോൾ ഇരിങ്ങാലക്കുടയുടെ ഭാഗമായിട്ടുള്ള ആളൂർ ഇപ്പൊക്കെ പ്രവർത്തിക്കുന്ന കേരള ഫീഡ്സ്, ലീഡറുടെ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച ഒരു പദ്ധതിയാണ്. കെൽട്രോണിൻ്റെ ഒരു കമ്പനി അന്നമനടയിൽ, അത് പിന്നീട് വിജയമല്യ വാങ്ങി, പിന്നീട് അത് മാറി ഇപ്പോൾ KSBയുടെ കീഴിലുള്ള ഒരു വലിയ കൺട്രോൾ വാൽവ് ഉണ്ടാക്കുന്ന ഒരു വലിയ കമ്പനിയായിരുന്നു. 100 കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനമായിട്ട് നിൽക്കുന്നത്. അത് കെൽട്രോണിൻ്റെ കീഴിൽ കൊണ്ടുവന്നത്. പൊയ്യയിലെ അഡാക്ക് ഫിഷ് ഫാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ പഞ്ചായത്തിനും ഓരോ സാഹചര്യങ്ങളുണ്ടായിരുന്നു. പുത്തുനിരയിൽ സ്പിന്നിങ് മില്ല്. അപ്പോൾ ഓരോ പ്രദേശത്തും ഒരു വ്യവസായ സംരംഭം കൊണ്ടുവന്ന് അവിടെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാവുന്ന ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ട്. അതിനുശേഷം തുടർന്ന് വന്ന എല്ലാ കോൺഗ്രസ് MLAമാരുടെ കാലഘട്ടത്തിലും അതുണ്ടായിട്ടുണ്ട്. എന്തിനധികം പറയുന്നത് ചെറിയ സമയം മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി VK രാജൻ്റെ ഭാഗത്തുനിന്നും അവിടെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരാനും അവിടെ ആളുകൾക്ക് ജോലി കൊടുക്കാനും കഴിയുന്ന ഒരു ഇടപെടൽ, പൊയ്യയിലെ ചക്ക ഫാക്ടറി കൃഷ്ണൻ കണിയാമ്പറമ്പിൽ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ അതിൻ്റെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒന്നും ഒരു ഫോളോ അപ്പ് അവിടെ നടക്കാതെ പോയി. അവിടെ ഇപ്പോൾ വികസനം എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു പേപ്പറിൽ വായിക്കപ്പെടുന്ന ഒന്ന് മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള ഒരു പ്രദേശം, ലീഡർഷിപ്പ് KK കരുണാകരൻ്റെ ഒരു വലിയ ചരിത്രവും പാരമ്പര്യവുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ലെഗസിയുള്ള ഒരു നാട്, അത് തിരിച്ച് കോൺഗ്രസിലേക്ക് പിടിക്കാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാവുന്ന ഒരു ഉദ്യമം തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ യൂത്ത് കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി പ്രാതിനിധ്യം എത്ര ഉണ്ടാവും, എത്ര ശതമാനം? കാരണം സാധാരണ രീതിയിൽ അങ്ങനെ വരുന്ന സമയത്ത് ജയസാധ്യത വന്ന ഒരു ബാറിൽ തട്ടി ഇതിങ്ങനെ പോവുക ചെയ്യാറ്. ഇത്തവണ അത് അല്ല, അതിപ്പോൾ ജയസാധ്യത എന്ന മാനദണ്ഡത്തിൽ മാത്രം നമ്മൾ ആ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ തവണ 12 സീറ്റിൽ മത്സരിച്ചു. അതിൽ ഒരു സീറ്റിൽ മാത്രമാണ് ജയിച്ചത്, ഷാഫി പറമ്പിൽ മാത്രമാണ് വിജയിച്ചത്. കഴിഞ്ഞ സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമായിരുന്നില്ല, എല്ലാ ഘടകങ്ങളും പ്രതികൂലമായിരുന്നു. അപ്പോൾ ഇത്തവണ പക്ഷേ വ്യത്യസ്തമാണ്. ഇത്തവണ പക്ഷേ നമുക്ക് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ചീത്തപ്പേരുണ്ടായി. ഞങ്ങൾ ചെറുപ്പക്കാർക്ക് തന്ന സീറ്റുകൾ വിജയിച്ചില്ല എന്നുള്ള ചീത്തപ്പേരും സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കുണ്ടായി. അത് പല കോണുകളിലൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ അന്ന് ചെറുപ്പക്കാർക്ക് മാത്രമല്ല മുതിർന്നവർക്കും വിജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അത് പൊതുവായൊരു ഓളത്തിൽ സംഭവിച്ചു പോയത്. പക്ഷേ ഇത്തവണ ആ ചീത്തപ്പേര് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മാറ്റി.
മാറ്റിയെന്ന് പറഞ്ഞാൽ ഇത്തവണ മത്സരം ജയിച്ചത് മഹാഭൂരിപക്ഷം ചെറുപ്പക്കാർ മത്സരം ജയിച്ചല്ലോ. കിട്ടിയ എല്ലാ ആളുകളും വലിയ മത്സരം നടത്തി വിജയിച്ചു വന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണ്ണൂർ ഉൾപ്പെടെ പിന്നെ മട്ടന്നൂർ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെയൊക്കെ ജയിച്ച ഒരുപാട് സീറ്റുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ജയിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുത്താൽ അത് അംഗീകരിക്കപ്പെടില്ല എന്നുള്ളൊരു തോന്നൽ ഇടക്കാലത്ത് വന്നെങ്കിലും അത് മാറി. കാരണം ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെങ്കിൽ ഒരു ചെറുപ്പക്കാരാണ് സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പിടിക്കുന്നതിനേക്കാൾ ഒരു പിടി കൂടുതൽ വോട്ട് ജനങ്ങൾക്കിടയിൽ അയക്കുന്നുണ്ട് എന്നൊരു ബോധ്യം സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ പിന്നെ ഇത്ര എണ്ണമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷേ എനിക്കൊരു എണ്ണത്തെ സംബന്ധിച്ച് എനിക്കൊരു ഏകദേശ ധാരണ ഉണ്ട്, നേതൃത്വത്തിനിടയിൽ ഒരു ഏകദേശ ധാരണയുണ്ട്, നമ്മളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രാതിനിധ്യം ഉണ്ടാകും, അത്രയേ ഉള്ളൂ. നല്ല വ്യക്തമായൊരു പ്രാതിനിധ്യം ഉണ്ടാകും. ആ പ്രാതിനിധ്യം പിന്നെ മത്സരരംഗത്ത് ഉറപ്പായിട്ടുണ്ട്. അത് നിയമസഭാ രംഗത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ മത്സരം ജയിക്കാവുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ജനീഷിനെയും ഒരു MLA ഊജയായിട്ട് കാണാൻ നമുക്ക് ഇനി അടുത്ത തവണ ഇന്റർവ്യൂ നടത്തുമ്പോൾ പറ്റട്ടെ എന്ന്. താങ്ക് യു.